ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ സ്ട്രേഞ്ചർ തിങ്സ് യുഗം അവസാനിച്ചിട്ട് 2-3 ദിവസം ആയെന്നറിയാം. ചില ഹോസ്പിറ്റൽ വിസിറ്റ്സ് കാരണം വീഡിയോ ചെയ്യാൻ ലേറ്റായി പോയതാണെന്ന് ആദ്യമേ തന്നെ പറയട്ടെ. എനിവേ, നമുക്ക് ഒട്ടും സമയം കളയാതെ സീസൺ 5 വോള്യൂം 3 ഒരേ ഒരു എപ്പിസോഡ് അഥവാ ദ ഗ്രാൻഡ് ഫിനാലെ എപ്പിസോഡിന്റെ ബ്രേക്ക് ഡൗൺ എക്സ്പ്ലനേഷൻ നോക്കിക്കളയാം. അപ്പൊ നിങ്ങൾ വീഡിയോ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കിയ ശേഷം ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. കമോൺ. സ്ട്രേഞ്ചർ തിങ്സ് സീസൺ 5 വോള്യൂം 3 ഒരേ ഒരു എപ്പിസോഡും സീരീസിന്റെ തന്നെ ഫിനാലയുമായ ദ റൈറ്റ് സൈഡ് അപ്പ് തുടങ്ങുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ ആർമിയെ അട്ടിമറിച്ചുകൊണ്ട് അപ്സൈഡ് ഡൗണിലേക്ക് കടന്ന നമ്മുടെ ഹീറോസ് ഇപ്പോൾ അവിടെയുള്ള ഹോക്കിൻസ് ലാബിന്റെ മുന്നിലേക്ക് എത്തുന്നത് കാണിച്ചുകൊണ്ടാണ്. അവർ ടീമായി തിരിഞ്ഞ് തങ്ങളുടെ മിഷൻസ് നടത്താൻ ഒരുങ്ങവേ മൈക്ക് 11നെ മോട്ടിവേറ്റ് ചെയ്യുകയും ഫോക്കസ്ഡ് ആയിരിക്കാൻ പറയുകയുമാണ്. ശേഷം 11, ഹോപ്പർ, കാലി, മുറേ എന്നിവർ ലാബിനുള്ളിലേക്ക് പോകുന്നു. അതേസമയം 11നെ പിടികൂടാനായി എത്തി അവരെ മാറി നിന്ന് ഒബ്സർവ് ചെയ്യുന്ന കേണൽ ഏക്കേഴ്സിനെയും ഒരു സംഘം റോക്ക് സോൾജിയേഴ്സിനെയും കൂടി നമുക്കിവിടെ കാണാം. മറ്റൊരിടത്ത് ഹെൻറി കുട്ടികളെ വെച്ച് നടത്തുന്ന റിച്വൽ തുടരുക തന്നെയാണ്. കുട്ടികളുടെ ശരിക്കുള്ള ശരീരങ്ങളാവട്ടെ അബിസിൽ ടെന്റക്കിൾസിൽ കുരുങ്ങി തന്നെ കിടക്കുന്നു. റിച്വൽ പുരോഗമിക്കുമ്പോൾ അതിന്റെ ബലമായി അബിസിന്റെ സർഫസിൽ വൈബ്രേഷൻസ് ഉണ്ടാകുന്നു. അബിസ് ഇപ്പോൾ അപ്സൈഡ് ഡൗണിലേക്ക് താഴ്ന്നു വരികയാണ്, അതായത് റിയൽ വേൾഡിനടുത്തേക്ക്. എറിക്കയും മിസ്റ്റർ ക്ലാർക്കും കഴിഞ്ഞ എപ്പിസോഡിൽ മിലിറ്ററി ബേസ് ഇൻഫിൽട്രേറ്റ് ചെയ്യാൻ നമ്മുടെ ഹീറോസിനെ ഹെൽപ്പ് ചെയ്ത ശേഷം അവിടെ തന്നെ നിന്നുകൊണ്ട് ഒരു ലൈറ്റ് കോൺവെർസേഷൻസിൽ ഏർപ്പെടുന്നുണ്ട്. എന്നാൽ മിലിറ്ററി ഗേറ്റ്സ് ആരോ ഹാക്ക് ചെയ്ത് തുറന്നതാണെന്ന് മനസ്സിലാക്കുന്ന ഡോക്ടർ കെ സോൾജിയേഴ്സുമായി അവിടെ എത്തുമ്പോൾ അവർ സ്ക്വാക്ക് റേഡിയോ സ്റ്റേഷന്റെ വാൻ കാണുകയും റേഡിയോ സ്റ്റേഷനാണ് എതിരാളികളുടെ ബേസ് എന്ന് അവർ മനസ്സിലാക്കുകയും ചെയ്യുന്നു. റേഡിയോ സ്റ്റേഷനിൽ ഇപ്പോഴുള്ളത് വിക്കിയും മാക്സും ആണ്. ആൻഡ് അവർ കോൺസ്റ്റന്റ്ലി അപ്സൈഡ് ഡൗണിലെ ടീമിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. തങ്ങൾ തൽക്കാലം സേഫ് ആണെന്ന് അപ്സൈഡ് ഡൗണിൽ നിന്ന് റോബിൻ റെസ്പോണ്ട് ചെയ്യുന്നു. ശേഷം അവൾ തന്റെ കൂടെയുള്ള ടീമിനൊപ്പം അവിടെയുള്ള റേഡിയോ ടവറിന് താഴെ എത്തുന്നു. ഇവിടെ ഇപ്പോൾ റോബിനൊപ്പം ഉള്ളത് നാൻസി, ജോനത്തൻ, സ്റ്റീവ്, മൈക്ക്, ഡസ്റ്റിൻ, ലൂക്കസ്, വിൽ, ജോയ്സ് എന്നിവരാണ്. അവർ തങ്ങളുടെ പ്ലാൻ പ്രകാരം ടവറിന് മുകളിലേക്ക് കയറാൻ തുടങ്ങുന്നു. ഇപ്പോൾ ലാബിനുള്ളിൽ 11 ടാങ്കിനുള്ളിലേക്ക് കടക്കാൻ തയ്യാറെടുക്കുന്നു. അവൾക്കായി ടാങ്ക് പ്രിപ്പയർ ചെയ്ത ശേഷം ഹോപ്പർ അവൾക്ക് ധൈര്യം നൽകുകയും ടാങ്കിനുള്ളിലായിരിക്കുമ്പോൾ തങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എങ്ങനെ എന്ന നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നു. ടവർ ക്ലൈംബ് ചെയ്യുന്നതിനിടെ മൈക്കും വില്ലും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ നമുക്ക് കാണാം. താൻ സ്വന്തം കാര്യം മാത്രം നോക്കുന്നതിനിടയിൽ വില്ലിനെ അവോയ്ഡ് ചെയ്തതിന് മൈക്ക് അവനോട് സോറി പറയുന്നു. തങ്ങൾ ജസ്റ്റ് ഫ്രണ്ട്സ് അല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആയി തന്നെ തുടരും എന്ന് കൺക്ലൂഡ് ചെയ്ത ശേഷം അവർ വീണ്ടും ക്ലൈംബിംഗ് തുടരുന്നു. അതേസമയം റേഡിയോ സ്റ്റേഷനിൽ വിക്കിയുടെ ശ്രദ്ധയൊന്ന് മാറുമ്പോൾ തനിക്ക് വീൽ ചെയറിൽ നിന്നും എഴുന്നേറ്റ് നടക്കാൻ കഴിയുന്നതായി മാക്സ് തിരിച്ചറിയുന്നു. എന്നാൽ സത്യത്തിൽ അവളുടെ റിയൽ ബോഡി ഇപ്പോഴും ഒരു ട്രാൻസ് സ്റ്റേറ്റിൽ അവിടെ തന്നെ ഉണ്ട്. ഹെൻറിയെ ട്രാക്ക് ചെയ്യാൻ സഹായിക്കാനായി 11 മാക്സിന്റെ സബ് കോൺഷ്യസ് മൈൻഡിനെ തന്റെ മൈൻഡിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. കൂടാതെ ടവറിന് മുകളിലുള്ള ലൂക്കസും ഡസ്റ്റിനും ടീമും ഒപ്പം താഴെ കാര്യങ്ങൾ മോണിറ്റർ ചെയ്തുകൊണ്ട് നിൽക്കുന്ന മുറയും അബിസ് താഴേക്ക് വന്ന് അപ്സൈഡ് ഡൗണിലേക്ക് എൻറ്റർ ചെയ്യാൻ തുടങ്ങുന്നതായി മനസ്സിലാക്കുന്നു. ഇനി അധിക സമയമില്ല, സോ 11 തന്റെ മിഷൻ സ്പീഡപ്പ് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ ടീം പ്ലാൻ ചെയ്ത പോലെ റേഡിയോ ടവറിന്റെ മുകൾ ഭാഗം ഒരു സ്പോറിലൂടെ അബിസിലേക്ക് കടക്കുകയല്ല ചെയ്യുന്നത്. അബിസിന്റെ ഹാർട്ട് സ്ട്രക്ചർ ടവറിൽ തട്ടി ആടി ഉലയാൻ തുടങ്ങുമ്പോൾ സ്റ്റീവ് തെറിച്ച് താഴേക്ക് വീഴാൻ തുടങ്ങുന്നു. പക്ഷെ കൃത്യസമയത്ത് ജോനത്തൻ അവനെ കൈയെത്തി പിടിച്ച് രക്ഷിക്കുന്നു. അബിസ് ഇപ്പോൾ അടുത്തെത്തിയതിനാൽ മാക്സിന്റെ സഹായത്തോടെ ഹെൻറിയുടെ മെമ്മറീസിൽ നാവിഗേറ്റ് ചെയ്യുന്ന 11നും കാലിയും ഇപ്പോൾ ഹെൻറിയുടെ റിച്വൽ നടക്കുന്ന റൂമിലേക്ക് എത്തുന്നു. 11 ഹെൻറിയെ ദൂരേക്ക് തള്ളിയിടുമ്പോൾ റിച്വൽ തൽക്കാലം ഇന്ററപ്റ്റഡ് ആവുകയും ഒപ്പം അബിസ് താഴേക്ക് പതിക്കുന്നത് നിന്ന് പോവുകയുമാണ്. മിലിറ്ററി റേഡിയോ സ്റ്റേഷനിൽ എത്തുമ്പോൾ വിക്കി മാക്സിന്റെ പൊസസ്ഡ് ബോഡിയുമായി ഒളിച്ചിരിക്കുന്നു. ഹോളി ഓടി വന്ന് മാക്സിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ രക്ഷിക്കാൻ തിരിച്ചു വന്നതിന് നന്ദി പറയുന്നു. പക്ഷെ മറ്റു കുട്ടികൾ മാക്സിനെ മോൺസ്റ്ററായി തന്നെയാണ് കാണുന്നത്. മാക്സ് അവരോട് താനല്ല ഹെൻറിയാണ് മോൺസ്റ്റർ എന്നും അത് താൻ തെളിയിക്കാമെന്നും പറയുന്നു. അതിനായി കാലി തന്റെ പവേഴ്സ് ഉപയോഗിച്ച് കുട്ടികളെ ഹൈഡ് ചെയ്ത് വെക്കുകയും ആ സമയം ഹെൻറി 11നുമായി ഫൈറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ ഹെൻറി വെക്നയുടെ രൂപം എടുക്കുന്നത് കാണുന്ന കുട്ടികൾ മാക്സ് പറയുന്നതാണ് സത്യമെന്ന് തിരിച്ചറിയുന്നു. അങ്ങനെ കുട്ടികൾ കേവ് ലക്ഷ്യമാക്കി ഓടുന്നു. ഈ ഒരു സമയം കൊണ്ട് റേഡിയോ ടവറിന് മുകളിൽ നിന്നും നാൻസിയും കൂട്ടരും അബിസിലേക്ക് ക്ലൈംബ് ചെയ്ത് കയറുന്നു. അവരിപ്പോൾ അവിടെ വെക്നയുടെ ലെയർ കണ്ടെത്താനായി തിരയുകയാണ്. പക്ഷെ ഹെൻറി ഇപ്പോൾ 11ന്റെ പ്ലാൻ സ്പോയിൽ ചെയ്യാനായി ഹോപ്പറിന് ഒരു വിഷൻ കാണിക്കുന്നു. 11നും കാലിയും ചേർന്ന് സ്വയം ഇല്ലാതാകാൻ പദ്ധതി ഇടുന്നതാണ് അവൻ അയാളെ കാണിക്കുന്നത്. കൂടാതെ ഹോപ്പർ 11നെ വെടിവെച്ച് കൊന്നതായി ഹെൻറി അയാളെ വിശ്വസിപ്പിക്കുക കൂടെ ചെയ്യുമ്പോൾ ഹോപ്പർ അവളെ വാട്ടർ ടാങ്കിൽ നിന്നും പുറത്തേക്ക് വലിച്ചെടുക്കുന്നു. സത്യത്തിൽ 11ന് യാതൊരു അപകടവും സംഭവിച്ചിരുന്നില്ല. പക്ഷെ ഇതോടെ അവളും കാലിയും മാക്സും ഹെൻറിയുടെ മെമ്മറീസിൽ നിന്നും പുറത്തായി പോകുന്നു. കുട്ടികൾ അപ്സെറ്റ് ആവുമ്പോൾ ഹോളി ഒരുവിധം അവരെ പറഞ്ഞു മനസ്സിലാക്കി വീണ്ടും കേവിലേക്ക് നയിക്കുന്നു.
ഇപ്പോൾ 11-ഉം കാലിയും ഹോപ്പറും തമ്മിൽ അയാളുടെ വിഷനെ സംബന്ധിച്ച് തർക്കം നടക്കുന്നതിനിടെ മുറെ അവരെ വയർലെസ്സിലൂടെ കോൺടാക്ട് ചെയ്ത് ആർമി അവിടേക്ക് എത്തുകയാണെന്ന് മുന്നറിയിപ്പ് നൽകുന്നു. അവരാകട്ടെ സൗണ്ട് വേവ് ഡിവൈസസുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. സൗണ്ട് വേവ്സ് 11-നെയും കാലിയെയും ഡിസ്റ്റർബ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഹോപ്പർ വേഗം 11-നെ എടുത്തുകൊണ്ടുപോയി ഒരു സേഫ് പ്ലേസിൽ ഇരുത്തുന്നു. പക്ഷെ ഇതിനകം ആർമി കാലിയെ പിടികൂടുന്നു. ഒപ്പം അവളെ രക്ഷിക്കാൻ തിരിച്ചെത്തുന്ന ഹോപ്പറും അവരുടെ പിടിയിലാവുന്നു. എന്നാൽ മുറെ തന്റെ കയ്യിലുള്ള C4 ബോംബ് യൂസ് ചെയ്ത് സൗണ്ട് വേവ് ഡിവൈസ് ഉള്ള ഹെലികോപ്റ്റർ നശിപ്പിക്കുമ്പോൾ 11 ആർമിയെ മുഴുവൻ കൊന്നുകൊണ്ട് ഹോപ്പറേയും കാലിയെയും രക്ഷിക്കാൻ എത്തുന്നു. എന്നാൽ ഏക്കേഴ്സ് മരിക്കുന്നതിന് തൊട്ടു മുൻപ് കാലിയെ ഫേറ്റലി ഷൂട്ട് ചെയ്യുന്നതായി കാണിക്കുന്നുണ്ട്. ഹോപ്പറും 11-ഉം മാത്രമാണ് തിരികെ മുറയുടെ അടുത്തേക്ക് എത്തുന്നത്. ഹോപ്പറും 11-ഉം തമ്മിൽ ഒരു ഇമോഷണൽ കോൺവെർസേഷൻ നടക്കുന്നു. അവളുടെ ഫൈനൽ ജഡ്ജ്മെന്റ് എന്ത് തന്നെ ആയാലും താൻ അത് അംഗീകരിക്കുമെന്ന് ഹോപ്പർ ഒടുവിൽ സമ്മതിക്കുന്നു. അങ്ങനെ 11 നേരിട്ട് അബിസിലേക്ക് എത്തി ഹെൻറിയെ നേരിടാൻ തീരുമാനിക്കുന്നു. ഓൾറെഡി അബിസിലുള്ള ടീം ഇപ്പോൾ വെക്നയുടെ ലെയറിനടുക്കൽ എത്തിയിട്ടുണ്ട്. ആൻഡ് വിൽ ഇപ്പോൾ ഒരു വിഷനിലൂടെ ഹെൻറി ജീവനോടെ തന്നെ ഉണ്ടെന്ന് തിരിച്ചറിയുന്നു. സോ 11-ന് മിഷൻ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് വിൽ ഹെൻറിയുടെ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒപ്പമുള്ളവർ ലെയർ ലക്ഷ്യമാക്കി ഓടുന്നു. ഈ സമയം കേവിലെത്തുന്ന ഹോളിയും കൂട്ടരും സേഫ് ആണെന്ന് ആശ്വസിക്കുന്നെങ്കിലും പിന്നാലെ വരുന്ന ഹെൻറി വളരെയധികം സഫർ ചെയ്തുകൊണ്ടാണെങ്കിലും കേവിനുള്ളിലേക്ക് കയറുക തന്നെ ചെയ്യുന്നുണ്ട്. അവിടെ ഹെൻറി അവന്റെ ആ ട്രോമാറ്റിക് മെമ്മറിയെ വീണ്ടും ഫേസ് ചെയ്യുകയാണ്. ഇപ്പോൾ ഹെൻറി തുറന്നു നോക്കുന്ന ആ ബ്രീഫ് കേസിലെ കോണ്ടന്റ്സ് നമ്മളും ആദ്യമായി കാണുകയാണ്. അതിൽ സത്യത്തിൽ മൈൻഡ് ഫ്ലെയറിന്റെ ഒരു ഫ്രാഗ്മെന്റ് ആണ് അടങ്ങിയിരിക്കുന്നത്. അത് കൊച്ചു ഹെൻറിയെ പൊസസ് ചെയ്യുകയും അതിന്റെ ഒറിജിനൽ ഫോമിനെ കണ്ടെത്താൻ ആവശ്യപ്പെടുകയും ചെയ്തുകൊണ്ട് അവന്റെ ബ്ലഡിനെ ഇൻഫെക്ട് ചെയ്യുകയും ചെയ്തപ്പോഴാണ് ഹെൻറിക്ക് പവേഴ്സ് ലഭിച്ചത്. ഈ കാര്യങ്ങളൊക്കെ വിഷനിലൂടെ വില്ലും കാണുന്നുണ്ട്. തന്നെയും മറ്റു കുട്ടികളെയും പോലെ ഹെൻറിയും മൈൻഡ് ഫ്ലെയറിന്റെ ഒരു വെസൽ മാത്രമാണെന്ന് വിൽ അവനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഹെൻറി അത് സമ്മതിക്കാതെ താൻ മൈൻഡ് ഫ്ലെയറിനെ അക്സെപ്റ്റ് ചെയ്യുകയാണെന്നും തനിക്ക് അതിനെയും അതിന് തന്നെയും ആവശ്യമാണെന്ന് പറയുകയും ചെയ്യുന്നു. ഇതോടൊപ്പം വെക്നയുടെ ലെയർ നമ്മുടെ ടീമിന് മുന്നിൽ റീആനിമേറ്റ് ചെയ്യുമ്പോൾ അത് സത്യത്തിൽ മൈൻഡ് ഫ്ലെയർ തന്നെ ആയിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. മൈൻഡ് ഫ്ലെയർ ഇപ്പോൾ നമ്മുടെ ഹീറോസിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ കൃത്യസമയത്ത് 11 അവിടെ എത്തി അതിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു. അവിടെ അവൾ ഹെൻറിയെ ഫൈറ്റ് ചെയ്യുമ്പോൾ പുറത്തുള്ള ടീം ഒരു പ്ലാൻ ഡിവൈസ് ചെയ്തുകൊണ്ട് മൈൻഡ് ഫ്ലെയറിനെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു. നാൻസി അതിനെ ഒരു പാറക്കെട്ടിലേക്ക് ഡീവിയേറ്റ് ചെയ്തുകൊണ്ട് വന്ന് ട്രാപ്പ് ചെയ്യുമ്പോൾ മറ്റുള്ളവർ മുകളിൽ നിന്നും അതിന്റെ ദേഹത്ത് തീയിടുകയും ഡസ്റ്റിനും സ്റ്റീവും താഴെ നിന്നും അതിനെ കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്നു. 11-ഉം വെക്നയുമായുള്ള ഫൈറ്റിനിടെ ഒരു പോയിന്റിൽ വെക്ന മുന്നേറാൻ തുടങ്ങുമ്പോൾ കൃത്യസമയത്ത് വിൽ അവനെ കൺട്രോൾ ചെയ്യുന്നു. ഇപ്പോൾ വില്ലും 11-ഉം ചേർന്ന് വെക്നയെ ഒരു ഷാർപ്പ് പോയിന്റിൽ തറച്ചു നിർത്തിയിരിക്കുകയാണ്. ആൻഡ് മൈൻഡ് ഫ്ലെയറും ഇപ്പോൾ അനക്കമില്ലാതെ കിടക്കുകയും അതിന്റെ ഹാർട്ട് നിലച്ചിരിക്കുന്നതായി നമുക്ക് കാണാം. സോ ടീം മെമ്പേഴ്സ് ഇപ്പോൾ അതിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചുകൊണ്ട് ഹോളിയെയും മറ്റുള്ള കുട്ടികളെയും ടെന്റക്കിൾസിൽ നിന്ന് മോചിപ്പിക്കുന്നു. ജോയ്സ് ഇപ്പോൾ തന്റെ എല്ലാ ദേഷ്യവും പുറത്തെടുത്തുകൊണ്ട് വെക്നയെ ഒന്നിലധികം തവണ വെട്ടി പരിക്കേൽപ്പിച്ച് അവന്റെ തല തന്നെ വിച്ഛേദിച്ച് നിലത്തിടുന്നു. അങ്ങനെ ഇപ്പോൾ സൂപ്പർ നാച്ചുറൽ ഭീഷണികളെല്ലാം അവസാനിപ്പിച്ച ശേഷം ടീം തിരികെ അപ്സൈഡ് ഡൗണിലേക്ക് എത്തുകയും ഡസ്റ്റിൻ ഈ വിവരം അവിടെ കാത്തു നിൽക്കുന്ന ഹോപ്പറിനോട് വയർലെസ്സിലൂടെ അറിയിക്കുകയും ചെയ്യുന്നു. അപ്പോൾ മുറെ അവർ പുറത്തിറങ്ങി കഴിഞ്ഞ ഉടൻ അപ്സൈഡ് ഡൗൺ മുഴുവൻ നശിപ്പിക്കാൻ ഭാഗത്തിന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള C4 ബോംബ്സിന്റെ ടൈമർ ഓൺ ചെയ്യുന്നു. ശേഷം ടീം മെമ്പേഴ്സ് റീയുണൈറ്റ് ചെയ്യുകയും 2 വണ്ടികളിലായി സന്തോഷത്തോടെ അപ്സൈഡ് ഡൗൺ ഗേറ്റ് വഴി റിയൽ വേൾഡിൽ ആർമി ബേസിലേക്ക് കടക്കുകയും ചെയ്യുന്നു. പക്ഷെ ആർമി അവർക്കായി അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. സോൾജിയേഴ്സ് നമ്മുടെ ടീമിനെ മുഴുവൻ പിടികൂടി നിരത്തി നിർത്തുന്നു. എന്നാൽ 11 തങ്ങളുടെ കൂട്ടത്തിലില്ലെന്ന് മൈക്ക് തിരിച്ചറിയുന്നു. ഉടൻ തന്നെ അവൻ 11ന്റെ മൈൻഡ്സ്കേപ്പിലേക്ക് വലിച്ചെടുക്കപ്പെടുന്നു. അവിടെ വെച്ച് 11 അവനോട് തനിക്ക് മറ്റു മാർഗങ്ങളില്ലെന്നും മൈക്ക് വേണം ബാക്കിയുള്ളവരെ കൂടെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ എന്നും പറയുന്നു. ഒപ്പം അവർ തങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയത് മുതലുള്ള മനോഹരമായ മൊമെന്റ്സ് ഒരു മോണ്ടാജ് പോലെ ഓർത്തെടുക്കുന്നു. ഒരു ഹഗ്ഗിനും കിസ്സിന് ശേഷം മൈക്ക് വീണ്ടും റിയാലിറ്റിയിലേക്ക് വരുന്നു. ഇപ്പോൾ അവൻ കാണുന്നത് അപ്സൈഡ് ഡൗൺ ഗേറ്റിൽ നിൽക്കുന്ന 11നെയാണ്. ആ സമയം മുറയുടെ ബോംബ് ഡെറ്റനേറ്റ് ആവുകയും എല്ലാവരും നോക്കി നിൽക്കെ ഒരു വലിയ ബ്ലാസ്റ്റ് സംഭവിക്കുകയും ചെയ്യുന്നു. അതിന്റെ ഫലമായി ഉണ്ടാകുന്ന ഇമ്പാക്റ്റിൽ എല്ലാ വസ്തുക്കൾക്കും ഒപ്പം 11ഉം ഇല്ലാതാകുന്നതാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ അവിടെ ആ ഗേറ്റോ അപ്സൈഡ് ഡൗണോ ഇല്ല, ജസ്റ്റ് ഹോക്കിൻസ് മാത്രമാണ്. മുഴുവൻ ടീമും ഇപ്പോൾ ഹാർട്ട് ബ്രോക്കൺ ആയി നിൽക്കുകയാണ്. ആൻഡ് എസ്പെഷ്യലി മൈക്ക് നിറകണ്ണുകളോടെ 11 മുമ്പ് നിന്നിരുന്ന സ്ഥലത്തേക്ക് നോക്കി നിൽക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് 18 മാസങ്ങൾക്ക് ശേഷമുള്ള ഇപ്പോൾ വീണ്ടും പീസ്ഫുൾ ആയിരിക്കുന്ന ഹോക്കിൻസ് ടൗൺ ആണ്. റോബിൻ ഇപ്പോഴും സ്ക്വാക്ക് റേഡിയോയിൽ വർക്ക് ചെയ്യുന്നു. ആൻഡ് അവളുടെ ബ്രോഡ്കാസ്റ്റിലൂടെ നമ്മൾ ടൗണിനെയും നമ്മുടെ ഹീറോസിന്റെയും ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ മനസ്സിലാക്കാം. കൂടാതെ ഇപ്പോൾ ഹോക്കിൻസ് ഹൈസ്കൂളിലെ ഗ്രാജുവേഷൻ ഡേ കൂടെ എത്തിയിരിക്കുകയാണ്. ലൂക്കസും മാക്സും ഇപ്പോഴും റിലേഷൻഷിപ്പിൽ തന്നെയാണ്. ആൻഡ് ഹോപ്പറും ഇപ്പോൾ ബയസ് ഫാമിലിയുടെ ഒരു ഭാഗമായിരിക്കുന്നു.
ഇടയ്ക്ക് ബയേഴ്സ് ഹൗസിലേക്ക് കാരൻ വീലർ ഫോൺ ചെയ്യുകയും മൈക്ക് മിസ്സിംഗ് ആണെന്ന് അറിയിക്കുകയും ചെയ്യുന്നു. എന്നാൽ അവൻ എവിടെ ഉണ്ടാവുമെന്ന് ഹോപ്പറിന് കൃത്യമായി അറിയാമായിരുന്നു. അവൻ അവസാനമായി ഇലവനെ കണ്ട സ്ഥലം, അതായത് മുമ്പ് ആർമി ബേസ് ആയിരുന്ന എന്നാൽ ഇപ്പോൾ പുതിയൊരു ബിൽഡിംഗ് സ്ഥിതി ചെയ്യുന്നതിന് സമീപത്തായി ഇരിക്കുകയാണ്. ഹോപ്പർ അവിടെ എത്തി അവനുമായി ഒരു ഇമോഷണൽ കോൺവെർസേഷൻ നടത്തുന്നു. അവന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ തനിക്ക് അറിയാമെന്നും പക്ഷേ ഇലവന്റെ ചോയ്സ് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അവൻ ഹാപ്പിയായി മൂവ് ഓൺ ചെയ്യണമെന്നും ഇലവനും അത് തന്നെയാവും ആഗ്രഹിക്കുക എന്നും ഹോപ്പർ പറയുമ്പോൾ ഇപ്പോൾ വളരെ മെച്യൂർഡ് ആയിരിക്കുന്ന മൈക്ക് അത് ശരിയായി തന്നെ മനസ്സിലാക്കുന്നു. ശേഷം ഗ്രാജുവേഷൻ ഡേയിലെ കാഴ്ചകളാണ്. എല്ലാ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സും ഒത്തുകൂടിയിട്ടുണ്ട്. ഈ ബാച്ചിലെ വാലിഡിക്ടോറിയൻ അഥവാ ഫെയർവെൽ സ്പീച്ച് നടത്തുന്ന സ്റ്റുഡന്റായി സെലക്ട് ചെയ്തിട്ടുള്ളത് ഡസ്റ്റിനെയാണ്. അവൻ തന്റെ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായുള്ള അനുഭവങ്ങൾ പറയുകയും അതിൽ തന്നെ റീസെന്റായി നടന്ന സംഭവങ്ങളിലൂടെ തന്നെയും സ്റ്റീവിനെയും ഉദ്ദേശിച്ച് മുമ്പ് ഒരിക്കലും ഫ്രണ്ട്സ് ആകുമെന്ന് പ്രതീക്ഷിക്കാതെ ഇരുന്നവർ തമ്മിൽ പോലും അടുപ്പത്തിലാകുന്ന തരത്തിൽ വന്ന മാറ്റങ്ങളെ കുറിച്ചുമൊക്കെ പറയുന്നുണ്ട്. സ്കൂൾ മാനേജ്മെന്റിനെയും മറ്റും വേണ്ട പോലെ തന്നെ പരിഹസിച്ച് അവരെ കണക്കിന് കളിയാക്കുന്ന തരത്തിലുള്ള സ്പീച്ച് ആണെങ്കിലും മറ്റുള്ളവർ അതിനെ നിറഞ്ഞ കയ്യടികളോടെ സ്വീകരിക്കുകയാണ്. ഗ്രാജുവേഷൻ സെറിമണിക്ക് ശേഷം സ്റ്റീവ്, റോബിൻ, നാൻസി, ജോനത്തൻ എന്നിവർ സ്ക്വാക്ക് സ്റ്റേഷന് മുകളിൽ ഒത്തുകൂടി തങ്ങളുടെ ഇപ്പോഴത്തെ ലൈഫിനെ പറ്റി സംസാരിക്കുന്നു. സ്റ്റീവ് സ്കൂളിലെ ഫുട്ബോൾ കോച്ചും സെക്സ് എഡ്യൂക്കേഷൻ ടീച്ചറുമായി ഹോക്കിൻസിൽ തന്നെയാണ്. ജോനത്തൻ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ ഗ്രാജുവേഷൻ ചെയ്യുന്നതിനൊപ്പം ഒരു സിനിമ ചെയ്യാനുള്ള ശ്രമത്തിലും കൂടെയാണ്. നാൻസി കോളേജ് ഡ്രോപ്പ് ഔട്ട് ചെയ്ത് ഹെറാൾഡ് ന്യൂസ് പേപ്പറിൽ ട്രെയിനിയായി ജോയിൻ ചെയ്തിട്ടുണ്ട്. അഡൽട്ട്ഹുഡിലേക്ക് കടക്കുന്ന തങ്ങളുടെ ഈ ഫ്രണ്ട്ഷിപ്പ് ഒരിക്കലും മുറിഞ്ഞു പോകാതിരിക്കാൻ എല്ലാ മാസവും റോബിന്റെ ഒരു വിയേർഡ് അങ്കിളുടെ വീട്ടിൽ വെച്ച് മീറ്റപ്പ് വെക്കാം എന്നവർ ഫിക്സ് ചെയ്യുന്നു. അടുത്തതായി നമ്മൾ കാണുന്നത് ഏറെ കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ ഫൈനലി എൻസോസിൽ ഡിന്നർ ഡേറ്റിനെത്തിയ ജോയ്സിനെയും ഹോപ്പറിനെയും ആണ്. അവർ ഹോപ്പറിന് ലഭിച്ച ഒരു പ്രൊമോഷൻ പ്ലസ് ട്രാൻസ്ഫർ ഓപ്ഷനെ പറ്റിയും സേവിങ്സിനെ പറ്റിയും ഒക്കെ സംസാരിക്കുന്നതിനിടെ ഹോപ്പർ ഒരു റിംഗ് വെച്ച് നീട്ടി ജോയ്സിനെ പ്രൊപ്പോസ് ചെയ്യുന്നു. ആൻഡ് ജോയ്സും വളരെ സന്തോഷത്തോടെ അത് അക്സെപ്റ്റ് ചെയ്യുന്നു. ശേഷമുള്ള സീൻ നമ്മുടെ ഒറിജിനൽ ഹീറോസ് ആയ 4 പേരും അവർക്കൊപ്പം മാക്സും ഒന്നിച്ചുള്ള ഒരു ഫൈനൽ ഡഞ്ചൻസ് ആൻഡ് ഡ്രാഗൺസ് ഗെയിമാണ്. അതോടൊപ്പമുള്ള മൈക്കിന്റെ സ്റ്റോറി ടെല്ലിങ്ങിലൂടെയാണ് നമ്മൾ അവരിൽ ഓരോരുത്തരുടെയും ഫ്യൂച്ചർ മനസ്സിലാക്കുന്നത്. ലൂക്കസിന്റെയും മാക്സിന്റെയും റിലേഷൻഷിപ്പ് കൂടുതൽ സ്ട്രോങ് ആയി മുന്നോട്ട് പോകുന്നു. ഡസ്റ്റിൻ ഗ്രാജുവേഷനായി കോളേജിൽ ചേരുന്നതിനൊപ്പം സ്റ്റീവുമായുള്ള ഫ്രണ്ട്ഷിപ്പ് തുടരുകയുമാണ്. വിൽ ഒരു ബെറ്റർ സിറ്റി ലൈഫിലേക്ക് മൂവ് ഓൺ ചെയ്ത് റിഗ്രറ്റ്സ് ഇല്ലാതെ തന്റെ ഓറിയന്റേഷൻ മറച്ചു വെക്കാതെ സന്തോഷമായി തന്നെ ജീവിക്കുന്നു. മൈക്ക് ഒരു സ്റ്റോറി റൈറ്റർ ആയാണ് മാറുന്നത് എന്ന് കൂടി നമുക്ക് കാണാം. പക്ഷെ അതോടൊപ്പം തനിക്ക് എഴുതി തീർക്കാൻ കഴിയാത്ത ഒരു കഥയുണ്ടെന്ന് അവൻ പറയുന്നു. അവൻ പറയുന്നത് അപ്സൈഡ് ഡൗണിലെ സംഭവങ്ങൾക്ക് ശേഷം കാലി മരിച്ചിരുന്നില്ല എന്നും ഇലവനുമായുള്ള ഒരു എഗ്രിമെന്റ് പ്രകാരം അവൾ ഇലവന്റെ ഒരു ഫേക്ക് ഇമേജ് കാസ്റ്റ് ചെയ്യുകയും ആ ഇമേജ് ആണ് നശിക്കുന്നതായി തങ്ങൾ കണ്ടതെന്നുമാണ്. അതായത് ശരിക്കുള്ള ഇലവൻ റിയൽ വേൾഡിലേക്ക് രക്ഷപ്പെട്ടുകൊണ്ട് മിലിറ്ററിയുടെ കണ്ണിൽ പെടാതെ ഒരു ഡിസ്റ്റന്റ് പ്ലേസിലേക്ക് പോയി അവിടെ തന്റെ ഫ്യൂച്ചർ പെർസ്യൂ ചെയ്യുകയാണെന്നാണ് മൈക്കിന്റെ സ്റ്റോറി. ഈ സ്റ്റോറി സത്യമാണോ എന്ന് ഫ്രണ്ട്സ് ചോദിക്കുമ്പോൾ തനിക്കും അറിയില്ലെന്നും എന്നാൽ അങ്ങനെ വിശ്വസിക്കാനാണ് തനിക്ക് ഇഷ്ടമെന്നും അവൻ മറുപടി പറയുന്നു. സോ ഫ്രണ്ട്സിന് നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ വിശ്വസിക്കാനോ വിശ്വസിക്കാതെ ഇരിക്കാനോ ആ ഭാഗം വിട്ടു തന്നുകൊണ്ട് അവർ ആ ഗെയിം അവസാനിപ്പിച്ച് മൂവ് ഓൺ ചെയ്യുന്നു. അവർ ബേസ്മെന്റിൽ നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ ഹോളിയും ഡെറിക്കും അടങ്ങുന്ന പുതിയൊരു സംഘം കുട്ടികൾ അവിടേക്ക് എത്തി ഡഞ്ചൻസ് ആൻഡ് ഡ്രാഗൺസിന്റെ പുതിയൊരു ഗെയിം ആരംഭിക്കുന്നു. സോ അടുത്ത ജനറേഷന് കാര്യങ്ങൾ ഹാൻഡ് ഓവർ ചെയ്ത സന്തോഷത്തോടെ മൈക്ക് അവരെ സ്റ്റേഴ്സിൽ നിന്നും ഒബ്സർവ് ചെയ്ത ശേഷം ബേസ്മെന്റ് ഡോർ ക്ലോസ് ചെയ്യുന്നു. ഈ ഒരു പോയിന്റിൽ സ്ട്രേഞ്ചർ തിങ്സ് സീരീസ് അവസാനിക്കുന്നു. സോ അതാണ് ചാപ്റ്റർ 8 ദ റൈറ്റ് സൈഡ് അപ്പ് എന്ന ഗ്രാൻഡ് ഫിനാലെ എപ്പിസോഡ് ഓഫ് സ്ട്രേഞ്ചർ തിങ്സ് സീസൺ 5. പല വിധത്തിലുള്ള ഒപ്പീനിയൻസ് ആണ് ഫിനാലയെ പറ്റി വന്നിട്ടുള്ളത്. ക്യാരക്ടേഴ്സിന് നല്ലൊരു ഫെയർവെൽ കൊടുത്ത ഒരു ഇമോഷണൽ എൻഡിങ് ആണെന്ന് ചിലർക്കും, അതല്ല ധാരാളം പ്ലോട്ട് ഹോൾസ് ബാക്കി വെച്ച് ഒരു പഞ്ച് ഇല്ലാതെ എൻഡ് ചെയ്ത എപ്പിസോഡാണെന്ന് മറ്റു ചിലർക്കും അഭിപ്രായമുണ്ട്. സോ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞുള്ള നിങ്ങളുടെ ഒപ്പീനിയൻസ് കൂടെ കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. ചാനലിൽ ഇനി അടുത്തതായി വോള്യൂം 2 and 3 ഒരു കമ്പൈൻഡ് റീക്യാപ്പും സീരീസ് മുഴുവനായുള്ള ഒരു ഓവറോൾ റീക്യാപ്പും ആണ് അപ്ലോഡ് ചെയ്യാം എന്ന് കരുതുന്നത്. അവയും തുടർന്നുള്ള വീഡിയോസും കാണാനായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ. ഒപ്പം വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുന്ന കാര്യവും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയുമായി എത്രയും വേഗം കാണാം. അതുവരെ ബൈ.